നാളെ നടക്കാനിരിക്കുന്ന നിർണായകമായ AICC യോഗത്തിന് തൊട്ടു മുൻപ് അഭിമുഖ വിവാദത്തിൽ പത്രത്തിനെ തള്ളിപ്പറഞ്ഞ ശശി തരൂർ താൻ പറയാത്ത കാര്യങ്ങൾ തലക്കെട്ടായ അപമാനിച്ചു. മറ്റ് പാർട്ടിയിലേക്ക് പോകാൻ നോക്കുന്നു എന്നാണ് പത്രം എഴുതിയത്. മറ്റ് വഴികൾ ഉണ്ട് എന്ന് പറഞ്ഞത് എഴുത്തിനെക്കുറിച്ചാണ് എന്നും തിരുത്തൽ. അല്ല സാറേ, മിസ്കോട്ട് ചെയ്തു മറ്റേ ഇന്റർവ്യൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, പറയാനുള്ളതല്ല അതിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ നോക്കിക്കോളൂ. അവരെന്നെ ഒരു കലക്ഷൻ ഇറക്കിയിട്ടുണ്ടല്ലോ. അവരിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് അവർ സമ്മതിച്ചു. ഇനി എന്താ പറഞ്ഞ കാര്യം? പക്ഷെ നിങ്ങൾ ഇതൊക്കെ എത്ര വലിയ വിവാദം ഉണ്ടാക്കി. അല്ല, ഞാൻ പറയാത്ത കാര്യത്തെ കുറിച്ചല്ലേ വിവാദം ഉണ്ടാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന വിവാദമാണിത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന മണിക്കൂറുകളിൽ അതിലെല്ലാം ഒരു തിരുത്തൽ വരുത്തുകയാണോ ശശി തരൂർ? ലാൽകൃഷ്ണ, അതുതന്നെയാണ്. കാരണം ശശി തരൂര് ന്യൂസ് മലയാളത്തിന് നൽകിയ ന്യൂസ് മലയാളം സംസാരിച്ചപ്പോഴാണ് ഇത് ഇത്തരമൊരു തിരുത്തൽ നടത്തിയത്. കാരണം താൻ പറഞ്ഞ കാര്യങ്ങളെ അല്ല പ്രസിദ്ധീകരിച്ചത്, അത് അവർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസിൻ്റെ നിർണായക യോഗത്തിന് മുമ്പെയാണ്, യോഗത്തിൽ തരൂർ പങ്കെടുക്കുന്നുമുണ്ട്, ഈ യോഗത്തിന് മുമ്പാണ് ഇത്തരമൊരു തിരുത്തൽ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തൻ്റെ അഭിമുഖങ്ങളൊക്കെ വിവാദമാക്കുന്നു, താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു വിവാദമാക്കുന്നു, ഈ രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തലും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ഈ കോൺഗ്രസിൻ്റെ അതിപ്രാധാന്യത്തോടുള്ള ഒരു കേരള കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഡൽഹിയിലെത്തുമ്പോൾ ആ യോഗത്തിലേക്ക് ആദ്യമായി ഒരു സംഘടനാ തലത്തിലുള്ള ഒരു ചർച്ചയിൽ ആദ്യമായി ശശി തരൂരിനെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത അദ്ദേഹം എല്ലാ വിവാദങ്ങളെയും ഒരു മൂലക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നമ്മളുമായി പങ്കുവെച്ചത്. അത് വളരെ വ്യക്തമാണ് ലാൽകൃഷ്ണ. അതായത് തൻ്റെ അഭിമുഖങ്ങൾ മുഴുവൻ വളച്ചൊടിച്ചു. അത് പ്രസിദ്ധീകരണ സ്ഥാപനം തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു. തൻ്റെ അഭിമുഖങ്ങൾ വിവാദമാക്കുന്നു. ഈ തരത്തിലുള്ള അത് കോൺഗ്രസ്സുകാരെയും കൂടി ഉദ്ദേശിച്ചുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒളിയമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. തന്നെ ഇനി ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഏതായാലും അദ്ദേഹം നൽകിയ അഭിമുഖത്തിന് തുടർന്നുണ്ടായ വിവാദ കൊടുങ്കാറ്റുകളൊക്കെ അദ്ദേഹം തന്നെ അത് അവസാനിപ്പിക്കുന്നു എന്നൊരു സൂചനയാണ് നൽകുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു സാധ്യത കാണുന്നു ഇപ്പോൾ അദ്ദേഹം. കാരണം അത്തരമൊരു പ്രധാനപ്പെട്ട യോഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. അതുപോലെ അദ്ദേഹം നമ്മളോട് കൂടിച്ചേർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, തന്നെ MP ആണ്, തനിക്ക് അവസരമില്ല, കേരളത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികം മറ്റും അദ്ദേഹം ഉദ്ദേശിക്കുന്ന MP-യിൽ കൂടുതൽ ഒരു ലോക്സഭാ അംഗം എന്നതിൽ കൂടുതൽ കേരളത്തിന് വേണ്ടി തനിക്ക് കേരളത്തിൽ ഉത്തരവാദിത്തം ലഭിക്കുമെന്നൊരു വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ശശി തരൂർ തന്നെക്കുറിച്ചുള്ള എല്ലാ വിവാദങ്ങളും അല്ലെ അഭിമുഖം സംബന്ധിച്ച എല്ലാ വിവാദങ്ങളും ഇപ്പോൾ തള്ളിക്കളിയാണ്, എല്ലാം പത്രമുണ്ടാക്കിയതാണ്, മാധ്യമ സൃഷ്ടിയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ലാൽകൃഷ്ണ. ശരി, വിവാദങ്ങളിലുള്ള പ്രതികരണമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തൻ്റെ വാക്കുകളല്ല, വാക്കുകളെ വളച്ചൊടിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. താൻ പറയാത്ത കാര്യങ്ങൾ തലക്കെട്ടായി നൽകി പത്രം അതിനെ മാറ്റിമറിക്കുകയായിരുന്നു എന്നതാണ് ശശി തരൂരിൻ്റെ നിലപാട്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.